അങ്ങനെ മറ്റൊരു ഇലക്ഷൻ കൂടി വിരൽത്തുമ്പിലെത്തി നിൽക്കുകയാണ്. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, കൊടിയുടെ നിറവും പാർട്ടിയുടെ ചിഹ്നവും നോക്കി വോട്ട് ചെയ്യാതിരിക്കുക. ഇത്തവണയെങ്കിലും നല്ല കാര്യപ്രാപ്തിയുള്ള, ആളുകളോട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന, നല്ല വിദ്യാഭ്യാസമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഒരു 30-35 വർഷം മുമ്പ് കേരളത്തിൽ ടെലിഫോൺ ലൈനിന് കുഴിയെടുക്കാമെന്ന് തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും നാട്ടിൽ നിന്നാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും കയറ്റുമതിയും നടക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെക്കാൾ 20-30 വർഷം പിറകിലേക്ക് പോകാൻ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റാരുമല്ല, 95% മതവിശ്വാസികളുള്ള കേരളത്തിൽ വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട പാർട്ടികൾ തന്നെയാണ് കാരണം. അതിൽ തന്നെ ദൈവമില്ല, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടത്ര ബുദ്ധിപൂർവ്വം ആലോചിക്കാതെയാണ് ഈ അധ്യാപകൻ ഈ ചോദ്യം തയ്യാറാക്കിയത്. താൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിലെ ഒരു ക്യാരക്ടറിൻ്റെ പേര് കാരണം സ്വന്തം കൈ നഷ്ടപ്പെട്ട ജോസഫ് മാഷിനെ ഇയാൾ ഈ കുറ്റം പറയുന്നത്. ഇയാൾ ഈ പറഞ്ഞ ലോജിക്ക് വെച്ചാണെങ്കിൽ ബ്രോഡാഡി എന്ന സിനിമയിൽ കുടുംബസുഹൃത്തായ പെൺകുട്ടിയെ വിവാഹപൂർവ്വ ബന്ധത്തിലൂടെ ഗർഭിണിയാക്കിയ പൃഥ്വിരാജിൻ്റെ പേര് ഈശോ എന്നാണ്. ആരും പൃഥ്വിരാജിൻ്റെ കൈവെട്ടാൻ പോയതായിട്ട് എൻ്റെ അറിവില്ല. എങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. ആരാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, PFI, ഈ നിരോധിത സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് MAVV പോലൊരു പാർട്ടിയുടെ ദേശീയ നേതാവ് PFIയെ പോലെ ഒരു നിരോധിത തീവ്രവാദി സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നു? ഇന്ത്യ ഗവൺമെൻറ് PFIയെ നിരോധിച്ചപ്പോൾ അതിലെ പിടിക്കപ്പെടാതിരുന്ന ബാക്കി നേതാക്കളും അതിലെ പ്രവർത്തകരും അപ്പാടെ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങായ SDPയിലേക്ക് ചേക്കേറി. ഇത്തവണ നിയമസഭാ ഇലക്ഷന് 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM എന്ന പാർട്ടിക്ക് അവരുടെ ഭരണ നേട്ടങ്ങൾ കൊണ്ട് തുടർ ഭരണത്തിനായി SDPയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അവരുടെ പ്രസിഡന്റ് തന്നെ, SDPയുടെ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചു. സംഭവം സത്യമായതുകൊണ്ട് ആരും നിഷേധിക്കാൻ പോയില്ല. എല്ലാ നേതാക്കളും അവരെ കൊണ്ടാവുന്ന രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. നമ്മുടെ ബാലൻസ് സഖാവ് പറയുന്നത് SDPക്കാരെ കൂടെ കൂട്ടി അവരുടെ സ്വഭാവം നന്നാക്കി നല്ല മനുഷ്യരാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടുന്നതെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതുപോലെ തന്നെ ബേബി സഖാവ് ഒളിപ്പിക്കേണ്ട മറ്റൊരു ക്രൈം കൂടെയുണ്ട്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസ് എന്ന് പറയുന്ന മനുഷ്യനെ വീട്ടിലേക്ക് വെളുപ്പിന് 6 മണിക്ക് ഇറച്ചി കയറിയ 10-12ഓളം പേര് കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് തലയോട്ടി കൂടം കൊണ്ട് അടിച്ച് വിളർത്തി ശരീരം വെട്ടി തുണ്ടതുണ്ടമാക്കിയ ഒരു കേസുണ്ട്. മറ്റാരുമല്ല ചെയ്ത്, ഇവരുടെ പ്രിയപ്പെട്ട SDPയും PFIയും ചേർന്നാണ് അതും ചെയ്തത്. നമ്മൾ കരുതുന്ന പോലെ ഈ കൂട്ടുകെട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയില്ല. ബംഗാളിൽ SDPക്ക് വേണ്ടി വോട്ട് പിടിക്കാനായിട്ട് സഖാക്കളാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ നോക്കൂലി അസോസിയേഷൻ പ്രസിഡന്റ് എളമരം കരിമിക്ക, പുള്ളി സ്ഥിരമായിട്ട് ഇഫ്താറിനും മറ്റു വിരുന്നുകൾക്കും ഇവരുടെ അടുത്ത് പോകാറുള്ളതാണ്. ഇവറ്റകൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാ മതത്തിലും ഇതുപോലെ എക്സ്ട്രീമിസം പേര് നടക്കുന്ന ചില സംഘടനകൾ കാണും. അവന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് ആ മതത്തിലുള്ളവരുടെ മൊത്തം വോട്ട് കിട്ടുമെന്നാണ് ഇവറ്റകളുടെ വിചാരം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിനെ വീണ്ടും പറയുകയാണ്, ഇത്തവണയെങ്കിലും കൊടിയുടെ നിറവും പാർട്ടിയുടെ ചിഹ്നവും നോക്കി വോട്ട് ചെയ്യാതെ വ്യക്തികളെ നോക്കി മാത്രം വോട്ട് ചെയ്യുക. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് നിലപാടുകളുടെ ചക്രവർത്തിയുടെ ഒരു പഴയ ബൈറ്റോടുകൂടി ആയിക്കോട്ടെ. തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പലരും സഹായിച്ചു എന്ന് വരും. ചില ഘട്ടത്തിൽ ഞങ്ങൾ ചിലരെ തള്ളിപ്പറയും. ഇപ്പോൾ RSS ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല.